താങ്കൾ പറഞ്ഞതുപോലെ ഷാജി രാഘവനെ വിഷയം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. താങ്കൾ ഇന്ന് പറയുന്നത് പോലെ ഇത് കേന്ദ്ര സർക്കാർ കൊടുക്കുകയും സംസ്ഥാന സർക്കാർ കിട്ടിയിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നത് വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ആരാണ് കള്ളം പറയുന്നതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകേണ്ടതാണ്. അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ശരി, ഇനി ആ 100 കോടി കിട്ടിയാലും ഇവരുടെ ഓണറേറിയം ഉയർത്തുക സാധ്യമല്ലല്ലോ. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ വിഹിതം എത്രയാണ്? ഞാൻ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം ശ്രീ ഷാജി രാഘവൻ. സ്പ്ലിറ്റ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഈ സ്കീം വർക്കേഴ്സായ അല്ലെങ്കിൽ സ്കീം പ്രവർത്തകരായ ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന പരമാവധി ലഭിക്കുന്ന 13,200 രൂപയിൽ 1,800 രൂപയല്ലേ നിങ്ങൾ 3,000-ൻ്റെ 60% എന്ന നിലയിൽ കേന്ദ്രത്തിന് ഇൻസെൻറ്റീവ് കൊടുക്കുക? ബാക്കി 7,000 രൂപയും ഓണറേറിയമായി കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇൻസെൻറ്റീവുകൾ കൂട്ടി നോക്കിയാൽ 9,400 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് ഇൻസെൻറ്റീവ്സും ഓണറേറിയവുമായി ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് കേവലം 1,800 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സ്കീമായ ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് കാലോചിതമായി നിങ്ങൾ പരിഷ്കരിക്കേണ്ടതല്ലേ, കേന്ദ്രം പരിഷ്കരിക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. ദേശീയ ആരോഗ്യ മിഷൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം അതെങ്ങനെയാണ് തയ്യാറാക്കപ്പെടുന്നത്? ആ ഗൈഡ് ലൈൻസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ റിക്വയർമെൻറ്റ്, അവർക്ക് എന്താണ് ആവശ്യം, ഈ ആവശ്യത്തിൻ്റെ ഡീറ്റെയിൽ കേന്ദ്രത്തിന് കൊടുത്തിട്ടാണ് ഒരു വർഷത്തെ വാർഷിക ആകത്തുകയും അതിൻ്റെ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ചിരുന്ന് ആലോചിച്ച ഒരു എമൗണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 913.24 എന്ന് പറയുന്ന കേന്ദ്രവിഹിതം. കേരളത്തിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ 60% ആയിട്ടുള്ള കേന്ദ്രവിഹിതമാണത്. ഇത് കേന്ദ്രം അടിച്ചേൽപ്പിച്ചതല്ല, കേരളത്തിൻ്റെ റിക്വയർമെൻറ്റ്. അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും റിക്വയർമെൻറ്റ് ചോദിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇതുകൂടാതെ ആ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏരിയ ഇൻ ദെയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻസ് have also been given flexibility to provide a range of monetary incentives to the ASHA workers. അതിൻ്റെ അർത്ഥം എന്താ? വളരെ കൃത്യമല്ലേ. അതായത് ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ സിക്കിം, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഇന്ന് പലയിടത്തും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്താ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിലും പറയുന്നുണ്ട്. വളരെ എൻ്റെ ഈ ഡീറ്റെയിൽ ഉണ്ട് സാർ, ഓരോ സംസ്ഥാനത്തിൻ്റെ എൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട്. 6,000 10,000 ആക്കിയിരിക്കുന്നു സിക്കിം. അവിടെ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. എന്തിനാ? നമ്മുടെ ആന്ധ്രാപ്രദേശിൽ NDA ആണ്. 10,000 രൂപയാക്കി. ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് അടക്കമാണ് 10,000. സിക്കിമിൽ ഞാൻ പറഞ്ഞതാണ് 6,000-ൽ നിന്ന് അവർ 10,000 ആക്കിയിരിക്കുന്നു സംസ്ഥാന വിഹിതം. ഇല്ല, കൊടുത്തു തുടങ്ങിയിട്ടില്ല. സിക്കിമിലെ കണക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. 2022-ൽ ഇത് കൂട്ടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 6,000-ൽ നിന്ന് 10,000-ലേക്ക്. പക്ഷേ ഇന്നും ആരോഗ്യവകുപ്പ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്ന രേഖാമൂലം കൊടുത്തിരിക്കുന്ന മറുപടിയിൽ 6,000 രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിക്കിമിലെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിശ്വസിക്കേണ്ടത്. പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടിയായി പാർലമെൻറ്റിൻ്റെ മറുപടിയായിട്ട് വന്നിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായി ഈ പറയുന്ന സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം 6,000-ൽ നിന്നും 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ അയച്ചു തരാം. അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റില് ഗുജറാത്തിൽ 2,000, ഉത്തർപ്രദേശിൽ 2,000. ഞാൻ ചോദിക്കുന്ന പാർലമെന്റിലെ ഒരു MP ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നതിന് ഒരു ആധികാരികതയില്ലെന്നാണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ പോർട്ടലിൽ ഈ കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്ത രേഖയല്ലേ, ആ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, സിക്കിം സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന രേഖയെ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ ഷാജി രാഘവൻ? സിക്കിമിൽ കൊടുക്കുന്ന പൈസ 6,000 ഉള്ളൂ എന്നാണ്.
സാർ ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം. സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് ₹6,000 disburses from state fund. Recently, the government of Sikkim announces hike in fixed honorarium from 6,000 to ₹10,000. ഇത് പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന മറുപടിയാണ് സാർ. അത് അനൗൺസ് ചെയ്തേക്കുന്നേ ഉള്ളൂ, കൊടുത്തു തുടങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. മറുപടിയാണ് പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു മറുപടി. ഇത് കേരള നിയമസഭയല്ല, പാർലമെന്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റാ. കേരളത്തിൽ ഈ പറയുന്ന അങ്ങനെ വരുമ്പോഴും ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇനി സിക്കിം 10,000 കൊടുത്തു എന്ന് കരുതിക്കൊള്ളൂ, അപ്പോഴും 7,000 കേരളമാണ് തൊട്ടുപിന്നിൽ. അപ്പോഴും കേരളവുമാണ് തൊട്ടുപിന്നിൽ. വീടിനടുത്ത് ഉരുളരുത്. കേരളത്തിലെ പ്രശ്നം എന്താ? നിങ്ങൾ വീടിനടുത്ത് കിടന്ന് ഉരുളണ്ട. കേരളത്തിലെ പ്രശ്നം എന്താ? സമരം ചെയ്യുന്നവരോട് അത് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് അർഹതയില്ലെന്ന് ഗവൺമെന്റ് പറയുന്നു. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ സിക്കിം ഇങ്ങനെ സംഭവിച്ചല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ CITU പ്രതിനിധി ടാർപോളിൻ പൊളിച്ചത് ശരിയല്ല. ഇത്തരം സമരങ്ങൾ ഇങ്ങനെയല്ല നേരിടേണ്ടത് എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷാജി രാഘവൻ. ഞാൻ തിരിച്ചു വരാം. Debate with Dr. Arun Kumar.